നമസ്കാരം. വി ഡി സതീശൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. പി.വി. അൻവർ അതിരാവിലെ മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമപ്രവർത്തകരെ കണ്ട് പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ തിരുത്തുന്നു, മാപ്പ് പറഞ്ഞ് മെഴുകുന്നു. മിനിറ്റുകൾ കഴിഞ്ഞില്ല, വി ഡി സതീശനും മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ടില്ലേ, അൻവർ മാപ്പ് പറഞ്ഞ് കണ്ടില്ലേ? ഞാൻ ആ മാപ്പ് സ്വീകരിച്ചു കേട്ടോ, ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞില്ലേ, ഇത് തന്നെയല്ലേ ഞാൻ അന്നും പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞ്, അതായത് ഈ പറയുന്ന സർക്കാരിനുള്ളിൽ വലിയ ഒരു പ്രശ്നമുണ്ട്, പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയതയുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് സത്യത്തിൽ വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിലൂടെ അങ്ങ് നടത്തിയെടുക്കാൻ ശ്രമം നടത്തിയത്. മാത്രവുമല്ല, രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. ഒന്ന്, പി.വി. അൻവർ തനിക്കെതിരെ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞു എന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയും താൻ ഭയങ്കര ശുദ്ധനാണ്, പാവമാണ്, തോമസ് സാറ് പാവ എന്ന് പറയും പോലെ വി ഡി സതീശൻ പാവ എന്ന് കാണിക്കാനും, അതുപോലെ തന്നെ വി ഡി സതീശനും പി.വി. അൻവറും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ പറയുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ നാടകം അല്ല, ഒരു വാർത്താ സമ്മേളനം ഈ പറയുന്ന വി ഡി സതീശൻ നടത്തിയത്. അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചത്. അദ്ദേഹം UDF-ന് നിരുപാധികമായ പിന്തുണ നൽകും എന്ന് പറഞ്ഞത് നല്ല കാര്യം. പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ അന്ന് തന്നെ ഈ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനല്ല മറുപടി കൊടുത്തത്. ഞാൻ അന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചത്. എല്ലാവരും ഇരുന്ന് ചിരിക്കുകയായിരുന്നു അസംബ്ലിക്കകത്ത്. അപ്പം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു MLA ആണ് ഇതുപോലെ ആരോപണം എഴുതി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണകക്ഷിയിൽ ആർക്കെങ്കിലും എതിരെ ഞാനത് കീറി കൊട്ടയിലിടുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു MLA-യെ ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രി അറിയാതെ ഒരു ആരോപണം ഒരു MLA-ക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികേട് ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. ഇപ്പം അൻവറിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെയും ഗൂഢാലോചനയാണ് അന്ന് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു കെട്ടിച്ചമച്ച ഒരു ആരോപണം ഉണ്ടാക്കിയത്. അത് വിജിലൻസ് തന്നെ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തു. അപ്പോൾ അത് ആ സമയത്ത് CPM-നും മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായി ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്. ഇപ്പോൾ ഞാനും തന്നെ അന്ന് പറഞ്ഞു. പിന്നെ അൻവർ വേറൊരു വെളിപ്പെടുത്തൽ നടത്തി. അൻവറെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് CPM-ലെ ഉന്നത നേതാക്കളാണ്. അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ? ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, മന്ത്രിമാരടക്കമുള്ള CPM-ന്റെ ഉന്നത നേതാക്കന്മാർ അൻവറിൻ്റെ പുറകിലുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെടുത്ത് നോക്കിയോ, പറവൂരിൽ നടത്തിയ എൻ്റെ നിയോജകമണ്ഡലത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൻവർ ഇന്ന് ആ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ്. അൻവറിൻ്റെ ഇന്നത്തെ 2 വെളിപ്പെടുത്തലും പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞാണ്. ഒന്ന്, എനിക്കെതിരായ ആരോപണം, കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാപക സംഘം കൂടി ഉണ്ടാക്കിയതാണ്. 2, അവർക്കെതിരായ അൻവറിൻ്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള CPM-ലെ പാർട്ടി നേതാക്കന്മാരുണ്ട്. CPM-ൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹിസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത്. പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡി കയറി. അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. ഈ 2 കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ സതീശൻ സ്വയം വെള്ളപൂശി വൈറ്റ് വാഷ് അടിച്ച് ഇങ്ങനെ പോകുന്നതിനിടയിൽ കൈരളിയുടെ റിപ്പോർട്ടർ നമ്മുടെ DCC ട്രഷറർ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചു. അതോടുകൂടി തന്നെ ദാ കിടക്കണു എല്ലാം നിലത്ത്.
ഒട്ടും പ്രതീക്ഷിച്ചില്ല. പി വി അൻവറിന്റെ ഈ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പറയുന്ന പുള്ളിയുടെ ശില്പന്തികൾ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ സുഖിപ്പിച്ച് വരുന്നതിനിടയിലാണ് കൈരളിയുടെ റിപ്പോർട്ടർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷനും പ്രത്യേക രീതിയിലുള്ള അകത്ത് കിടക്കുന്ന ആ പഴയ സതീശിനെ ഉണർത്തിക്കൊണ്ടുള്ള ഈ കൈരളി റിപ്പോർട്ടർമാരെ കാണുമ്പോൾ അറിയാലോ ഒരു പ്രത്യേക അസഹിഷ്ണുതയാണ്. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും. പിന്നെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഞെരിപിരി കൊള്ളലാണ്. അതൊന്ന് കാണാം. ഞാനിപ്പോഴാണ് വരുന്നത് അതിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം. അല്ല, ഭീഷണിയുടെ സ്വരത്തിലല്ല, അത് അദ്ദേഹം പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. കൂടെ വന്ന ഒരാൾ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞത്. കൂടെ വന്ന ഒരാൾ ഈ അദ്ദേഹം പറഞ്ഞെന്ന് പറയില്ലേ, ഇദ്ദേഹത്തെ ശരിക്കും അന്ന് ചില മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ മകനെ പ്രകോപിപ്പിച്ച് എനിക്കെതിരെ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ പറഞ്ഞതല്ലേ ചോദ്യം, പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുത്തു, പറവൂരിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കത്ത് കൊടുത്തു. അടുത്ത വാചകം, കത്ത് കിട്ടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്. അപ്പോൾ ആരായാലും പ്രകോപിതനാവുമല്ലോ. ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് എനിക്കെതിരെ പറയിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് ഇതിൻ്റെ അകത്ത് എന്താ കാര്യമുള്ളത്? ഞാൻ അവരെ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ച് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ, ക്ലാരിറ്റി കുറവുള്ള ഭാഗങ്ങൾ ഇന്ന് അവർ സമ്മതിച്ചല്ലോ ഞങ്ങളോട്. ചില ഭാഗങ്ങൾ ഒരു സംശയം തോന്നുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ്. അത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി KPCC പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം പറയാം. ഒരു 10 ദിവസത്തിനുള്ളിൽ തീരുമാനം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 ദിവസം എടുക്കില്ല, അതിനു മുമ്പേ തീരുമാനം പറയാമെന്ന് പറഞ്ഞു. പക്ഷെ പോലീസ് വന്ന് ആ കത്ത് എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ടാണ് അവരെ നിങ്ങളെല്ലാം കാണാൻ ചെന്നപ്പോൾ അവരെ ആ കത്തിൻ്റെ കാര്യം പറഞ്ഞു. അല്ലല്ല, ഈ ഇദ്ദേഹത്തിൻ്റെ മകനൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. മകനൊന്നും എന്നോട് പറഞ്ഞില്ല. കൂടെ വന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, BJPക്കാരും CPMകാരും ഭയങ്കരമായ സമ്മർദ്ദം അവരുടെ മീതെ ചെലുത്തുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അറിയാല്ല, ആ ടോൺ അറിയാല്ല. അത് ഇദ്ദേഹമല്ല പറഞ്ഞത്, ഈ പയ്യനൊന്നും പറഞ്ഞില്ല, ഈ മകനല്ല പറഞ്ഞത്. ഞാൻ അന്നും പറഞ്ഞു കൂടെ വന്ന ഞാൻ കുടുംബത്തെക്കുറിച്ച് ഒരു അക്ഷരം മോശമായിട്ട് പറയട്ടെ. അത് നിങ്ങൾക്ക് തോന്നിക്കാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് ടോണാണ് ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊരു വാചകം ഇങ്ങോട്ട് പറയാം. അല്ല പറയാം, വാചകം പറയാം. അത് അദ്ദേഹം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. കൂടെ വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. അത് ഉള്ള കാര്യമില്ല. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ അങ്ങനെ കൂടെ വന്ന ഒരാൾ പറഞ്ഞതെന്ന്. സത്യമല്ലേ പറഞ്ഞത്? പാർട്ടി നിയമിച്ച കമ്മിറ്റി അത് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അപ്പോൾ തന്നെ അത് സംബന്ധിച്ച തീരുമാനം എടുക്കും. പാർട്ടി ആ കാര്യത്തിലൊക്കെ വളരെ ഇതാണ്, വിശദമായി അന്വേഷിക്കുക. പിന്നെ ടു ബി ഹേർഡ്, അവർക്കെതിരായിട്ടൊരു ആരോപണം വന്നു, സ്വാഭാവിക നീതിയാണ് അവരെ കൂടി കേൾക്കുക എന്നുള്ളത്. അവരെ കൂടി കേട്ട് കഴിഞ്ഞിട്ട് കുടുംബത്തിൻ്റെ അഭിപ്രായം അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു പ്രൊസീജിയറുണ്ട്, അത് കേട്ട് അവർ റിപ്പോർട്ട് തരും. ഒരു അന്വേഷണം നടക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ മുമ്പിൽ ഇപ്പോഴെത്തിയത് ഇത് പുറത്തു വരുന്നതിന് 2 ദിവസം എൻ്റെ മുമ്പിൽ ഇപ്പോഴെത്തിയത്, എൻ്റെ മുമ്പിൽ തൊട്ട് മുമ്പിൽ 2 ദിവസം മുമ്പ് എത്തിയത്, ഇത് പുറത്തു വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ്. അത് നമ്മൾ പാർട്ടിയിൽ ആലോചിച്ച് മറുപടി പറയാമെന്നും പറയും. അവർ എന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമില്ല. എൻ്റെ പറവൂരിലെ വീട്ടിൽ ഓപ്പണായിട്ട് വന്ന് എനിക്ക് തന്നത്. അദ്ദേഹത്തിന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ വിജയേട്ടൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വിജയേട്ടൻ ആരോടും പാർട്ടിയിലെ ലീഡർഷിപ്പിൽ ആരോടും പറഞ്ഞിട്ടില്ല. അല്ലെന്ന് അത് അവിടുത്തെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള പരാതിയല്ല അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ല. അത് നിങ്ങൾ അങ്ങനെ ആക്കണ്ട. കേട്ടല്ലോ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാവേ എന്ന് ചോദിക്കാതെ വയ്യ. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ബാങ്കിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള അപ്പച്ചനുമൊക്കെ ഈ പറയുന്ന NM വിജയനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന ആത്മഹത്യാ കുറിപ്പല്ലേ നമുക്ക് കാണാൻ സാധിച്ചത്. അത്തരത്തിലുള്ള തെളിവുകൾ മുന്നോട്ട് വെച്ച് ആ കുടുംബം ഈ പറയുന്നത് പോലെ ആ NM വിജയനെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണക്കാരായ ആളുകളെ തുറന്നു കാട്ടിയപ്പോൾ സത്യത്തിൽ കോൺഗ്രസ് പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. NM വിജയൻ ഈ വിഷയം KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ധരിപ്പിച്ചിരുന്നു എന്ന വസ്തുത കൂടി ആ ഒരു ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. നീതി ലഭിച്ചില്ലെങ്കിൽ ഇത് പോലീസിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതായത് നീതി ലഭിക്കില്ല എന്ന് NM വിജയന് തന്നെ നന്നായി അറിയാമായിരുന്നു.
അങ്ങനെ അവസാനം എന്താണ് സംഭവിക്കുന്നത്? വലിയ വാർത്തയാകുന്നു. വാർത്തയായപ്പോൾ അങ്ങോട്ടേക്ക് ഒരു സംഘത്തെ അന്വേഷിക്കാൻ വേണ്ടി അയക്കുകയാണ് KPCC. അവരവിടെ ചെല്ലുന്നു, അനുനയിപ്പിക്കുന്നു. ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഡയലോഗ് ഉണ്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അവരോട് ചോദിച്ച് വിഷമിപ്പിക്കല്ലേ എന്ന്. നിങ്ങളൊക്കെ വിഷമിപ്പിച്ചതിനേക്കാൾ വലിയ വിഷമിപ്പിക്കലൊന്നും എന്തായാലും ആരും നടത്തിയിട്ടില്ല. NM വിജയൻ എന്ന് പറയുന്ന ആ സാധു മനുഷ്യൻ, അതായത് സ്വന്തം ജീവൻ കോൺഗ്രസിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആ മനുഷ്യൻ ജീവിക്കാനുള്ള കൊതി കൊണ്ട് തങ്ങളെ പറ്റിച്ച ഈ പറയുന്ന നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് തനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ വലിയ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, ഈ തട്ടിപ്പിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചിട്ടും നിങ്ങൾ അന്ന് കേട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഇത് വലിയ വിവാദമായി, നിങ്ങൾ പ്രതിസന്ധിയിലായി, നിങ്ങൾ പ്രതിസ്ഥാനത്തായി നിൽക്കുമ്പോൾ സ്വയം രക്ഷ നേടാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള നാടകങ്ങളാണ് കളിക്കുന്നത്. ഞാൻ അത് അറിഞ്ഞിരുന്നില്ല, ഞാൻ അത് കേട്ടിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് VD സതീശനും ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ കോൺഗ്രസ് നിങ്ങളൊരു വല്ലാത്ത പ്രഹസനമാണെന്ന് പറയാതെ പോയി. അങ്ങനെ വാർത്താ സമ്മേളനം ഇങ്ങനെ പോയി. വാർത്താ സമ്മേളനം അങ്ങനെ നേരെ പോയപ്പോൾ വീണ്ടും ഈ പറയുന്നത് പോലെ PV അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നോർത്ത് VD സതീശൻ തലങ്ങനും വിലങ്ങനും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. പിന്നീട് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ VD സതീശൻ എഴുന്നേറ്റ് ഓടുന്ന സാഹചര്യവും ഉണ്ടായി. ഇയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിജയേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കമ്മിറ്റി വന്നത്. അതുപോലെ അറിയില്ല ഇയാൾക്ക്.